another hour just slipped away. It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know, and letting you let me go will leave me here all alone, missing you. And what if I didn't run the second our second chance wasn't gone? And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same, intimidated by the way you seem just fine. I know I told you it'd be better this way. I didn't know that it would hurt me like that. Should've known that it'd be hard to go back. Nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know, letting you let me go will leave me here all alone, missing you. And what if I didn't run our second chance wasn't gone? What if you were the one? What if I wasn't done loving you? Maybe I should've known that letting you let me go would leave me here all alone, missing you. And what if I didn't run the second our second chance wasn't gone? And what if you were the one? മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നൻ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നെ
അൻപോടു ദീനം തോറും നടത്തുന്ന പൊന്നി ദയനനന്ദം വന്ദനമേ. എൻ്റെ പൊന്നി ദയനനന്ദം വന്ദനമേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മകൾ ശക്തി നീയേ നാഥ. അന്തികയുള്ള മകൾ ശക്തി നീയേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപാരായി. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിക്കുന്നു. 27-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ. യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അന്നത്തെ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരങ്ങളിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളുമാറാകണമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിൻ്റെ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയാഭവനത്തിലെ പൈതല് ഇമ്മാനുവേലിൻ്റെതായ ഭാവി ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ, കുടുംബജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ കഴിഞ്ഞ ദിനങ്ങളിൽ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദൈവസഭ, കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിപ്പാനായിട്ടിടയായി തീർന്നു. ദൈവത്തിൻ്റെതായ ഹിതപ്രകാരം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെതായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനും വാക്കൊക്കെ ഉറപ്പിക്കുവാനും ദൈവം അവസരങ്ങളെ നൽകി തന്നു. ഇന്ന് പകലിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തീരുമാനിച്ചതുപോലെ വിവാഹ നിശ്ചയത്തോടുള്ളതായ ബന്ധത്തിൽ നമ്മൾ കടന്നു പോകുന്നതായ വഴിയാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി അവിടെ നടക്കുന്നതായ വിവാഹ നിശ്ചയ ശുശ്രൂഷ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകേണ്ടതിനായി ദൈവത്തിൻ്റെ എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാ ശുശ്രൂഷകളോടുകൂടെയും ഇന്ന് നടക്കുന്ന വിവാഹ നിശ്ചയത്തോടുകൂടെയും വരുന്ന ദിവസങ്ങളിൽ നടക്കുന്നതായ വിവാഹത്തോടുകൂടെയും അവരുടെ കുടുംബജീവിതത്തോടുകൂടെയും ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നാളുകൾക്ക് മുൻപ് ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും സ്തോത്രം, സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ സ്തോത്രം. ഈ പകൽക്കാലം വാത്സല്യ ഭവനത്തിൽ കർത്താവേ, വാത്സല്യ കുഞ്ഞിന് ദൈവത്തിന് ആമേൻ തക്കതായ ഒരു തുണയുടെ ആവശ്യമുണ്ട് എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനിടയായി പരിശുദ്ധാത്മാവിലേക്ക് അവസരങ്ങൾക്കായി സ്തോത്രം. ആ വിവാഹ നിശ്ചയത്തിനായി ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ കൃപാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തക്ക സമയത്ത് അവിടെ ചെല്ലുവാനും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടക്കുവാൻ ഇടയാക്കണമേ. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ എൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും, നന്മകളാൽ നിറയ്ക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്കായി ഞങ്ങളുടെ തലമുറകൾക്കായി ഒരുക്കുന്ന എല്ലാവിധമാകുന്ന നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും നല്ല ഭാവിക്കായും കർത്താവിനെ ഞങ്ങൾ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, പ്രിയ ഇമ്മാനുവേലിനെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസനെ ദൈവം ധാരാളമായി സഹായിക്കണം, ആവശ്യമാകുന്ന കൃപ ദൈവം പകരണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ. കർത്താവെ, പ്രിയ അമ്മാമയ്ക്ക് വേണ്ടി, ഷെൽമാമയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനിറ്റ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നതായ കർത്താവിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ, അവരുടേതായ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കായി ഞങ്ങൾ കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഞങ്ങളുടെ വലിയ കൃപയിൽ ആശ്രയിച്ച്, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിച്ചതുപോലെ തീരുമാനിച്ചതുപോലെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കർത്താവെ
കോട്ടയത്തേക്ക് കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇന്ന് സഹായിക്കണമേ കർത്താവേ. അവിടെ നടക്കുന്ന വിവാഹ നിശ്ചയ ശുശ്രൂഷ, ആ ശുശ്രൂഷയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടത്തക്കതായ നിലയിൽ, നല്ല നിലയിൽ വിവാഹ നിശ്ചയ ശുശ്രൂഷ, ദൈവവചന ശുശ്രൂഷ ഒക്കെ നടക്കുവാൻ ദൈവം കൃപ ചെയ്യണം. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ ദൈവം ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, സഹായിക്കണം. ആവശ്യമാകുന്ന എല്ലാ ദൈവകൃപകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പകർന്ന് ഞങ്ങളെല്ലാം ദൈവം സഹായിച്ച് അനുഗ്രഹിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ പിതാവേ, ദൈവോന്നി കേൾക്കുമാറാകണമേ. ഇന്ന് വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന കർത്താവിൻ്റെ ദാസനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച ആലോചന പറഞ്ഞെന്ന് ബലപ്പെടുത്തി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സാന്നിധ്യവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടെയും ഇന്ന് നടക്കുന്ന വിവാഹ നിശ്ചയത്തോടുകൂടിയും ദിവസം നടക്കുന്ന വിവാഹ ശുശ്രൂഷയോടുകൂടിയും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ ആകാശമേഖല വരവോളം ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Always been hiding. The first time that I see inside it and realize it's always been you.
സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായി പകലിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെൻറ്റിനോടുള്ള ബന്ധത്തിൽ ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. വഴിയിൽ വരാമായിരുന്ന അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളെല്ലാം വിടിവിച്ച് സുരക്ഷിതമായി ഇവിടെ എത്തിച്ച അങ്ങയുടെ വലിയ കരുതലിനായി ഞങ്ങളെ നന്ദി പറയുന്നു. ഇന്ന് എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ ഇതുവരെയും കർത്താവ് അവരെ സൂക്ഷിച്ചു പരിപാലിച്ചു. വരാമായിരുന്ന വലിയ അപകടങ്ങളിൽ നിന്നും മാരകമായ രോഗത്തു നിന്നും രക്ഷിച്ച് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇത്രത്തോളം കൊണ്ടുവന്ന ഉപകാരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. മാതാപിതാക്കന്മാരവരെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തി ഇത്രത്തോളം ദൈവകൃപയെ നിലനിർത്തുവാനിടയാക്കിയതിനായി സ്തുതിക്കുന്നു. അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്ത ഇരു സഭകളിലുമുള്ള ദൈവദാസന്മാർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 സഭകളിലുമുള്ള ദൈവമക്കൾ, അവരെല്ലാം ഇന്നിവിടെ കടന്നുകൊണ്ടുള്ളവരുടെ ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പ്രിൻസ് വാസനെ ഞങ്ങൾ ഓർക്കുന്നു. നിൻ്റെ ദാസൻ കൂടെ നല്ല ആലോചന ഞങ്ങൾക്ക് നൽകി തരണമേ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചോദിച്ച എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അതിവിനയമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. ദയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി തരുമാറാകണമേ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടുനീ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടുനീ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ, ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ, ആമേൻ.
സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവർ മാത്രം ആ കരമെല്ലാം ഉയർത്തി വായുകൾ തുറന്ന് ആത്മാർത്ഥതയോടെ പറഞ്ഞ ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപ്പാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു. ഞാനൊരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നീ നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? ആ നിൻ്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട് അടിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടണം തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യുകയും. ആമേൻ. പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം കഴിഞ്ഞ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മനോഹരമായൊരു ദിവസം കൂടെ കാണുവാൻ ഭാഗ്യം നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭ നിമിഷം മുതൽ അവസാന നിമിഷം വരെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപയും അവൻ അങ്ങയുടെ സാന്നിധ്യം നൽകി ഞങ്ങളെ അലങ്കരിക്കണം, അനുഗ്രഹിക്കണം. സകലതും പൊന്നേശ്വര രക്ഷിതാവിൻ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. നാം ദൈവസ്ഥാനത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം നമുക്കൊന്നിച്ചിന്ന് പകൽ ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായി തീർന്ന പ്രിയ ഇമ്മാനുവേലിനെയും പ്രിയ സ്റ്റെഫിയെ ഓർത്ത്, അവരുടെ ഇരു കുടുംബങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്കിൽ കടന്നു വന്ന് അനുഗ്രഹീതരായ കർത്തദാസന്മാരെയും പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിലെ ഉത്തരവാദിത്വമെങ്കിലും അതിനു മുൻപായി ഒന്ന് രണ്ട് വാക്കുകൾ വേഗത്തിൽ ഓർപ്പിച്ച് വളരെ കമ്പിവാചകങ്ങൾ പോലെ പറഞ്ഞെൻ്റെ കർത്തവ്യത്തിൽ നിന്നിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കോട്ടയം വടവാതൂർ പ്രയർ ഗാർഡൻ സഭയെ സംബന്ധിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞങ്ങളുടെ ദൈവസന്നിധിയിൽ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയ മകൾ പ്രിയ സ്റ്റെഫിയുടെ വിവാഹ നിശ്ചയത്തിൽ ഞങ്ങൾക്കായിരിക്കുവാൻ സഭയായി ഞങ്ങൾക്ക് ഇടയായതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3.5 വർഷങ്ങൾക്ക് മുൻപാണ് കർത്താവിൻ്റെ ദാസൻ പ്രിയ പ്രിൻസ് പാസ്റ്റർ തൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ പ്രത്യേക താല്പര്യപ്രകാരം നിയോഗമനുസരിച്ച് ന്യൂൻ്റെ ദൈവസഭ പ്രയർ ഗാർഡൻ സഭയുടെ പ്രവർത്തനങ്ങൾ കോട്ടയത്ത് ആരംഭിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി സാവുചാനെയും ജെസ്സിയാൻ്റെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്കറിയാം. സഭയിൽ ഇത്രയും മാതൃക പുലർത്തുന്ന പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമകളായ, ജീവിതത്തിൻ്റെ ഉയർച്ചകളിലും ജീവിതത്തിൻ്റെ താഴ്ചകളിലുമൊക്കെ ദൈവം അവരുടെ ഉള്ളിൽ പകർന്നു കൊടുത്ത വിശ്വാസം കൈമുതലാക്കി ഈ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ കർത്താവ് കൃപ നൽകി. 2 കുടുംബത്തിലെയും മാതാപിതാക്കന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം ദൈവം നിങ്ങൾക്ക് നൽകി തന്ന തലമുറകളെ അവരുടെ കൈക്ക് പിടിച്ച് ദൈവസഭയുടെ മുൻപിൽ, ദൈവദാസന്മാരുടെ മുൻപിൽ, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ ഒരു വിവാഹത്തിൻ്റെ നിശ്ചയവേദിയിലേക്ക് അവരെ കൈ പിടിച്ചുകൊണ്ട് വരുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠവും ധന്യവുമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് വലിയൊരു വെല്ലുവിളികൾ തന്നെയാണ്. അതുകൊണ്ട് സത്യത്തിൽ ഏറ്റവും വലിയ സല്യൂട്ട് തരേണ്ടത്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് മാതാപിതാക്കന്മാരെയാണ്. സ്റ്റെഫി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയിലെ യൂത്ത് കോർഡിനേറ്ററാണ് സ്റ്റെഫി. സൺഡേ സ്കൂൾ അധ്യാപികയാണ്.
അപ്പോൾ തന്നെ കൊയറിൽ പാടുന്ന ഒരു അംഗം കൂടെയാണ്. ഈ 3 നിലയിലും സഭയിൽ പ്രയോജനപ്പെട്ട ഒരാൾ വിവാഹിതയായി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിടവ് നികത്തുക എന്ന് പറയുന്നത് ഇനി ലോക്കൽ സഭയിലെ പാസ്റ്ററായ എൻ്റെ പണിയാണ്. എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക്, മാത്രമല്ല ഞങ്ങളുടെ സഭയിൽ നിന്ന് ആദ്യമായി വിവാഹിതയാകുന്ന ഒരു കർത്തൃദാസി കൂടെയാണ് സ്റ്റെഫി. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സ്റ്റെഫി വിവാഹം കഴിക്കുന്നത് ഒരു ദൈവദാസനാണ്, അല്ലെങ്കിൽ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു കർത്തൃദാസൻ്റെ മകനാണ്. ഇതിനേക്കാളേറെ സന്തോഷം തോന്നിയ ദൈവസഭ പള്ളിഭാഗ സഭയുടെ ഒരു സഹശുശ്രൂഷകനായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ ഇമ്മാനുവേലാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ വിവാഹ നിശ്ചയത്തിന് മാറ്റ് വളരെ കൂടുതലാണ്. സവജയ കണ്ണുനീരും പ്രാർത്ഥനയും ഒരിക്കലും വൃഥാവല്ല. ഷേർലി ആൻറ്റി, കണ്ണുനീരും പ്രാർത്ഥനയും ഒരിക്കലും വൃഥാവല്ല. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. സ്റ്റെഫി, സ്റ്റെനി, ഇമ്മാനുവേല്, പ്രിയ അക്സ, ഓക്കെ, ഇമ്മാനുവേലിൻ്റെ സഹോദരി, പ്രിയപ്പെട്ടവരെയോ നമ്മളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് അവർ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നിച്ച് ഈ നല്ല നിമിഷത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വേദിയിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹിതരായ കർത്തൃദാസന്മാരെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എൻ്റെ സഹോദരിയുടെ മകളും കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്ക് വാഗത്താനം വില്ലേജിൽ ചാലിങ്കൽ വീട്ടിൽ ശ്രീമാൻ വർഗീസ് തോമസിൻ്റെ ശ്രീമതി ഏലിയാമ്മ വർഗീസിൻ്റെ മകൾ വടവാതൂർ ന്യൂ ഇന്ത്യ ദൈവസഭ പ്രെയർ ഗാർഡൻ ഫെലോഷിപ്പ് സഭാംഗമായ സ്റ്റെഫി വർഗീസും കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ വില്ലേജിൽ എബനേസർ വീട്ടിൽ പരാതനായ പാസ്റ്റർ ജോർജ് തോമസിൻ്റെയും ശ്രീമതി ഷെയർലി ജോർജിൻ്റെയും മകനും IPC സയോൺ അടുതല സഭാംഗമായ ഇമ്മാനുവൽ തോമസ് ജോർജും തമ്മിലുള്ള വിശുദ്ധ വിവാഹം സംബന്ധിച്ച് ചില ധാരണകൾ ഇരു ഭവനങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എല്ലാവരും ഇവിടെ ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശത്തിൽ ഓർമ്മിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എമാനുവൽ T. ജോർജും സ്റ്റെഫി വർഗീസും വിവാഹം, സ്റ്റെഫി വർഗീസിൻ്റെയും വിവാഹം ദൈവഹിതമാകയാൽ 2025 മാർച്ച് മാസം 13-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പൂയപ്പള്ളി നാൽക്കവല മേലേവിള ഓഡിറ്റോറിയത്തിൽ വച്ച് അടുതല IPC സിയോൻ സഭയുടെ ആഭിമുഖ്യത്തിൽ വിവാഹം നടത്തി വരൻ്റെ ഭവനത്തിൽ ഗൃഹപ്രവേശനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു.
വാഴ്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ വാകത്താനം വില്ലേജിൽ പുത്തൻചന്തമുറിയിൽ ചാലിങ്കൽ വീട്ടിൽ ശ്രീമാൻ വർഗീസ് തോമസിൻ്റെയും ശ്രീമതി ഏലിയാമ്മ തോമസിൻ്റെയും മകളും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് പ്രയർ ഗാർഡൻ സഭാംഗവുമായ സ്റ്റെഫി വർഗീസും, കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ വില്ലേജിൽ അടുതല മുറിയിൽ എബനേസർ വീട്ടിൽ പരേതനായ പാസ്റ്റർ ജോർജ് തോമസിൻ്റെയും ശ്രീമതി ഷേർലി ജോർജിൻ്റെയും മകനും IPC സയോൻ അടുതല സഭാംഗവുമായ ഇമ്മാനുവേൽ തോമസ് ജോർജും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ആണ്ട് മാർച്ച് മാസം 13-ാം തീയതി 10 മണിക്ക് വരൻ്റെ സഭയായ IPC സയോൻ അടുതല സഭയുടെ ചുമതലയിൽ പൂയപ്പള്ളി നാൽക്കവല മേലേവിള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. വരൻ്റെ ഗൃഹത്തിൽ വീട് കയറുന്നതിന് ഇരുഭാഗത്തുനിന്നുള്ള വേണ്ടപ്പെട്ടവരും സഭാപ്രതിനിധികളും ചേർന്ന് ഇന്നേ ദിവസം ഞാലിയാകുഴി പുതുശ്ശേരിപ്പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഈ വിവരം ഇവിടെ പൊതുവായി പരസ്യപ്പെടുത്തുന്നു. ഇരു സഭയിലെയും കർത്തദാസന്മാർ, നിയുക്ത വരൻ, നിയുക്ത വധു, അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ, സഭയുടെ പ്രതിനിധികൾ ഈ വിവാഹ നിശ്ചയരേഖയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. തുടർന്ന് ഈ വിവാഹ നിശ്ചയരേഖ നാം കൈമാറാൻ പോകുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രിയപ്പെട്ട ബ്രദർ TP ഈശോ, അതുപോലെ തന്നെ ഉണ്ണി മാനുവൽ പ്രിയപ്പെട്ടവരെ മുൻപോട്ട് ക്ഷണിക്കുമെന്നാൽ അതിന് മുൻപായിട്ട് ഒരു വിവാഹ നിശ്ചയരേഖ തമ്മിൽ കൈമാറുക എന്ന് പറഞ്ഞാൽ ഒരു വിവാഹത്തിൻ്റെ ഉറപ്പ് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈ നിശ്ചയരേഖ തമ്മിൽ കൈമാറി ഈ വിവാഹം ഇന്നിവിടെ ഉറപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ മനുപാശിൻ്റെയും പ്രിയ സ്റ്റെഫിയുടെയും കർത്താവെ വിവാഹ നിശ്ചയരേഖ അത് എഴുതുവാനും രേഖപ്പെടുത്തുവാനും കർത്താവെ പാസ്റ്റേഴ്സും സഭാപ്രതിനിധികളും ചേർന്ന് ഒപ്പുവെക്കുവാനും ദൈവടയാക്കി തീർത്തതോർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ വിവാഹ നിശ്ചയരേഖ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതൊരു അനുഗ്രഹമായി തീരണമേ. പ്രിയപ്പെട്ട മുന്നോട്ടുള്ള ഗമനങ്ങളെ ദൈവം അനുഗ്രഹിച്ചത് മാനിക്കണമേ. ദൈവം ശക്തീകരിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കരുതലും കാവലും കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ. വിശേഷ കർത്താവ്, ഈ മാസം 13-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതും ഏറ്റവും അനുഗ്രഹമാക്കിയ ദൈവം തീർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അതിൻ്റെ അകത്തുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ. ഇപ്പോൾ കർത്താവ് ഈ കുറി കൈമാറുമ്പോൾ കർത്താവിൻ്റെ വലിയ കരുതലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഇമ്മാനുവേൽ ഞങ്ങളോടൊപ്പം കർത്താവിൻ്റെ വേലയിലായിട്ട് കുറച്ച് നാളായി. ആ ഒരു ബന്ധത്തിലാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളുടെ ക്രമീകരണം ഉണ്ടായതെന്നുള്ളത് ഓർക്കുന്നു. പ്രിയ സാബുചാന ചേച്ചി,
സ്റ്റെഫി സ്റ്റെനി, അവരെനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട് കർത്തദാസരോടൊപ്പം. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു നല്ല ശുഭ അനുഭവത്തിൽ ഇരിക്കുന്നത് കാണുമ്പം സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇമ്മാനുവേൽ ഞങ്ങളോടൊപ്പം ആയിരുന്നു. മാതാവ് സഹോദരി ഇവിടെ ഉണ്ട്. സഹോദരന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്റ്റെഫി കർത്താവിൻ്റെ വേലയ്ക്ക് താല്പര്യമാണെന്ന് അറിഞ്ഞ് ജോമോൻ പാസ്റ്ററാണ് അതിൻ്റെ ദല്ലാള്. രണ്ടാമത്തെ ദല്ലാൾ എൻ്റെ ഭാര്യയാണ്. കമ്മീഷൻ കൊടുക്കണം കേട്ടോ, മറക്കരുത്. കിട്ടിയിട്ടില്ല കമ്മീഷൻ. എൻ്റെ ഭാര്യയും ജോമോൻ പാസ്റ്ററുമാണ് ദല്ലാള. ചെറുക്കനെ കണ്ടിട്ട് പോലും ഇല്ല. എന്തൊക്കെയാണ് പറഞ്ഞെന്നറിയാം. ചെറുക്കൻ ആനയാണ്, ഭയങ്കരമാണ്, നല്ലവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. പെണ്ണിനെ പറ്റി പാസ്റ്റർ അങ്ങോട്ട് പറയുന്നത് കേട്ടിട്ട് നമ്മൾ മയങ്ങിപ്പോയി. ഇതുപോലൊരു പെണ്ണിനെ ലോകത്ത് കിട്ടത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞു. അത് സത്യം കേട്ടോ. നല്ല കൊച്ചാണ്, നല്ല കുക്കാണ്, നല്ല ഉത്തരവാദിത്വ ബോധമുള്ള കൊച്ചാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വളരെ ശാന്തയാണ്. അപ്പോൾ അതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിലേക്ക് എത്തിച്ചേർന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവരെ ശുശ്രൂഷ കുടുംബമായിട്ട് രൂപപ്പെടുകയാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ശുശ്രൂഷ കുടുംബം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം അഡ്വാൻസായിട്ട് പറയുക, ഇവിടെ കേട്ടുന്നത് ഇവിടെ ഇരുന്നോണം, ഇവിടെ കേട്ടുക, ഇവിടെ സൂക്ഷിക്കുക. ശരിയാണോ? ശരിയാണ്. ഒറ്റ കാര്യം, പുറത്ത് പോയേക്കല്ലേ, എല്ലാം അകത്തിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അകത്ത് 1000 പേരുടെ രഹസ്യമുണ്ട്. ഞാനും ചാകുമ്പോൾ ഞാനും അതും കൂടെ കുഴിപ്പോവും. അതല്ലാതെ ഒരു മനുഷ്യനോട് പോലും പറയാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ സഹിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ശുശ്രൂഷ ഒക്കത്തുള്ളൂ. സഹിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ശുശ്രൂഷ ഒക്കത്തുള്ളൂ. മക്കളെ, ഇത് ലൈവാണോ? അല്ല. അടുത്തിടയ്ക്ക് ഒരു ദൈവദാസൻ ഇങ്ങനെ എന്തോ ഒരു പ്രയാസം ഇരിക്കുക. അപ്പം പുള്ളിയെ മാറ്റണമെന്നൊക്കെ ഉള്ളൊരു സംസാരം ഉണ്ടായപ്പോൾ ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തെ ഇപ്പം മാറ്റേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പുള്ളി ഇച്ചിരി ഒച്ചത്തിൽ പറഞ്ഞു. പുള്ളി ഇച്ചിരി വെപ്രാളക്കാരനാണ്, ഉറക്കെ പറയുന്ന ആളാണ്. ഇത് ഉറക്കെ പറഞ്ഞപ്പം പാസ്റ്റർ ഓർത്ത് പാസ്റ്റർ കുറ്റം പറയാം. പുള്ളി ചാടി വീണു. നീ എന്നോട് എന്നെക്കുറിച്ച് പറഞ്ഞത്? എൻ്റെ പാസ്റ്റർ, ഞാൻ പാസ്റ്ററുടെ കാര്യം സ്നേഹത്തോടെ പാസ്റ്ററെ സഹായിച്ചതാണ്. എനിക്ക് നിൻ്റെ സഹായമൊന്നും വേണ്ട. ഇവർ തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ മോള് കയറി ഇയാളെ പിടിച്ച് തള്ളി. എൻ്റെ അപ്പനോട് പറയാൻ നീ ആരടാ? തീർന്നു, 2 പേരുടെയും ശുശ്രൂഷ തീർന്നു. അപ്പം ശുശ്രൂഷ കുടുംബത്തിന് ഏറ്റവും ആവശ്യം എന്നാന്ന് ചോദിച്ചാൽ സഹനമെന്ന് പറയുന്നതാണ്. എല്ലാം കേൾക്കുക, മിണ്ടാതിരിക്കുക, കേൾക്കുക, അത് അവിടെ കൊണ്ടുതന്നെ ഇരിക്കുക. പിന്നെ വലിയൊരു കാര്യമുണ്ട്, വരുന്നവർക്കെല്ലാം നല്ലപോലെ വെല്ലം വെച്ച് വിളമ്പി കൊടുക്കണം. പിന്നെ രാവിലെ ചിരിച്ചാൽ വൈകുന്നേരം വരെ ചിരിക്കണം. എല്ലാവരെയും കണ്ടാൽ നല്ലപോലെ ചിരിക്കണം. നമ്മുടെ ടെൻഷനൊന്നും ഒരിക്കലും പുറത്ത് കാണിക്കണക്കത്തില്ല. അല്ലെങ്കിൽ പാഷാൻ്റെ എന്താ മുഖം വെത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഇതിനകത്തെല്ലാം കൃപ അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സാക്ഷ്യം. കരുനഗറിൽ കർത്താവിൻ്റെ വേല ചെയ്ത ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ എൻ്റെ അപ്പം പ്രാർത്ഥിച്ചു വിട്ട ഒരു കുടുംബം. ആ കുടുംബത്തിൽ 4 പെൺപിള്ളേർ. ഇന്നലെ ഞാൻ അവരെ കണ്ടു. എവിടെ വെച്ചാണ്? ഹൈദരാബാദിൽ വെച്ച് കണ്ടു. അപ്പോൾ അവിടുത്തെ മൂത്ത മോൾ, അവളിന്ന് ദന്തിസ്റ്റാണ്. അപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ അവരെക്കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അതവർ കേട്ടിട്ട് എന്നെ കാണാൻ വന്ന മോള്. എന്നിട്ട് കുറേ സാക്ഷ്യം കൂടെ പറഞ്ഞു. അതിനകത്ത് അവിടെയാണ് ഈ ദൈവത്തിൻ്റെ ഈ ശുശ്രൂഷയുടെ മഹത്വമൊക്കെ അറിയും. ഒന്നാമത്തെ സാക്ഷ്യം അത് ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ മൂത്ത മോള് പറഞ്ഞൊരു സാക്ഷിയാണ്. അപ്പോൾ അവർ വളരുമ്പോൾ ഇളയ കൊച്ചുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് ആസ്മ ആയതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡ് പാടാം. ഇളയ കൊച്ച്. അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി പാല് മേടിക്കും. 2-3 കുറച്ച് തുടർത്തി പാല് മേടിക്കും. അപ്പോൾ മൂത്ത കൊച്ച് അമ്മയോട് ചോദിച്ചു, അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഇച്ചിരി പാല് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു തരാം. ഈ അമ്മ ഭയങ്കര വിശ്വാസിയാണ്. 4 മണിയായപ്പം കൊച്ചു വരികയല്ലേ, അമ്മ ഈ വെറുതെ സോസ്പാൻ എടുത്തിട്ട് അവത്തെ വെച്ചിട്ട് സ്തോത്രം പാല് തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാലുകാരൻ കയറി വരുന്നു. ദീദി പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പാത്രം കൊടുത്തു, പാലൊഴിച്ചു, കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തി ഓർത്ത് പാസ്റ്റർ പറഞ്ഞു വിട്ടായിരിക്കും. അപ്പോൾ അണ്ണം പോയപ്പം പുറകെ പോയി പൈസ പിന്നെ തരാമെന്ന് പറയാൻ. പുള്ളിയെ കണ്ടില്ല. പാസ്റ്റർ വന്നപ്പം ചോദിച്ചു, ആരുടെയെങ്കിലും കൈ പാല് പറയാൻ കൊടുത്തു വിട്ടായിരുന്നോ? ഇല്ല. അവരിന്നും ആന്ധ്രായി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ പാലുകാരനെ ഇതുവരെയും കണ്ടിട്ടില്ല. കൊച്ചുങ്ങളെയെല്ലാം കുളിപ്പിക്കുകയാണ്. ശകലം പോലും എണ്ണയില്ല ഒരു പാത്രത്തിൽ. ഇങ്ങനെ ഞെക്കിയപ്പം വെളിച്ചെണ്ണയ്ക്കകത്ത് ഷൂന്ന് ഗ്യാസ് വരിക. എൻ്റെ കർത്താവേ, എൻ്റെ കൊച്ചിന് ഇച്ചിരി എണ്ണ തയ്പ്പിക്കുക. അതും അവിടുത്തെ വെയിലാണ്, മൊത്തം ഈ മൊരിയാണ്. ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കുപ്പി ദിവസങ്ങളോളം എണ്ണ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ പാസേജിലുണ്ടെന്നുള്ളതാണ് പാസേജിൻ്റെ ഒരു മഹത്വം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ശുശ്രൂഷ വിട്ടു പോകാത്തതും. കാരണം
എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും അനുഭവിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. കർത്താവിൻ്റെ വേലയാണെന്നുള്ള മഹത്വം. അതുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബങ്ങളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, കുടുംബം ഒരു വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. വിശുദ്ധിയിലേക്കുള്ള ഒരു വലിയ വിളിയാണ് കുടുംബം. മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്നത് കുടുംബത്തിലാണ്. കുടുംബം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടത്തില്ല. കുടുംബത്തിൽ അല്ലാത്തവരുടെക്കാട്ടിലും വിശുദ്ധീകരണം നടക്കുന്നത് കുടുംബത്തിലാണ്. ആ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ധാരാളം തകർച്ചകളും നന്മകളും ഒക്കെ നമുക്ക് കുടുംബത്തിൽ നിന്ന് കാണാൻ കഴിയും. ഈ അടുത്തിടയ്ക്ക് കണ്ട 2-3 സംഭവങ്ങൾ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു കൗൺസിലറാണ്, കേരളത്തിലെ പ്രശസ്തനായൊരു കൗൺസിലറാണ്, എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് പ്രീമാരിറ്റൽ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എളിവനെ വന്ന് കണ്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം, ഒരു പെൺകുട്ടി അവർ പാശ്ചാത്യ ലോകത്താണ്, വിദേശത്താണ്. അപ്പോൾ ആ വിദേശത്ത് വെച്ച് അവരുടെ ഭർത്താവിന് ഒരു ഇതര വിവാഹേതര ബന്ധമുണ്ട് ഒരു പെൺകുട്ടിയുമായിട്ട്, വേറെ സ്ത്രീയുമായിട്ട്. ഇവർ തമ്മിൽ പരസ്പരം അറിയാതെ, സ്വന്തം ഭാര്യ അറിയാതെ മറ്റൊരു ബന്ധം ഈ മനുഷ്യനുണ്ട്. ആ ബന്ധത്തിൽ ആ പെൺകുട്ടി, അതായത് അവൻ്റെ കാമുകി 3 വട്ടം ഗർഭവതിയായി. ഈ 3 വട്ടവും അബോർട്ട് ചെയ്തു. 3 വട്ടം ഗർഭവതിയായി, 3 വട്ടം അബോർട്ട് ചെയ്തു. അബോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഈ 3 വട്ടം അബോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ തെന്നിയപ്പം ഈ മറ്റേ കാമുകി ഒരു 8ൻ്റെ പണി ഇവനിട്ട് കൊടുത്തു. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാമോ? 2ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം, 4ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം, 8ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരും. ഇറങ്ങി വരാൻ വഴിയാത്ത പണിയുടെ പേരാണ് 8ൻ്റെ പണി. അപ്പോൾ ഈ പെണ്ണ് ഇവനൊരു 8ൻ്റെ പണി കൊടുത്തു. എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ഈ അബോർട്ട് ചെയ്ത മുഴുവൻ സർട്ടിഫിക്കറ്റും മെഡിക്കൽ റിപ്പോർട്ടും ഫോട്ടോസും എല്ലാം അയച്ചു കൊടുത്തു. എൻ്റെ അമ്മോ എങ്ങനെ ഉണ്ടായിരിക്കും, ആ പെണ്ണെങ്ങനെ സഹിക്കും? ചുരുക്കത്തിൽ ഇവർ കയറി നാട്ടിൽ വന്നു. എൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ ഈ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞത് പറയാനാണ് അദ്ദേഹം എൻ്റെ അടുക്ക് യാത്ര ചെയ്ത് വന്നത്. ആ പെൺകുട്ടി പറഞ്ഞു, സാർ, ഇവൻ എന്നെ വഞ്ചിച്ചു, പക്ഷേ ഈശ്വരനെ സാക്ഷി നിർത്തി, അഗ്നിയെ സാക്ഷി നിർത്തി ഞാൻ ഇവനെ താലി കെട്ടിയതാണ്. ഇവൻ ശരിക്ക് പശ്ചാത്താപിച്ച് വന്നാൽ ഞാൻ സ്വീകരിക്കാം. ഒരു ഹിന്ദു പെൺകുട്ടിയുടെ സാക്ഷ്യം, ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ ഇവനെ താലി കെട്ടിയതായതുകൊണ്ട് അവൻ പശ്ചാത്തപിച്ച് വന്നാൽ ഞാൻ അവനെ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. എന്നെ അത് വല്ലാതെ ചിന്തിപ്പിച്ചു. ചെറിയൊരു കാര്യം, ഒരു ഹൈന്ദവ പെൺകുട്ടിയുടെ ഒരു സാക്ഷ്യം, ഈശ്വരനെ സാക്ഷി നിർത്തി കല്യാണം കഴിച്ചു. എന്നാൽ എനിക്കുണ്ടായ മറ്റൊരു സംഭവം, ഞാനൊരു വീട്ടിൽ ഇരിക്കുക. ആ വീട്ടിൽ ഇരിക്കുമ്പം കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ആ വീട്ടിലെ അമ്മ ചോദിച്ചു, എന്തോ കുടിക്കാൻ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലൊരു കടിഞ്ചായ ആയിക്കോട്ടെ, ഒരു ലൈറ്റ് കടിഞ്ചായ വിത്തോട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നാൽ ഗ്രീൻ ടീ തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഗ്രീൻ ടീ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പോയി ഗ്രീൻ ടീ എടുത്തുകൊണ്ട് വന്നു. അവിടുത്തെ ഈ കല്യാണം കഴിച്ച മരുമകൾ പോയി ഗ്രീൻ ടീ എടുത്തുകൊണ്ട് വന്നു. ഞാൻ കുടിച്ചു. ഞാൻ ഈ കത്തി വെക്കാൻ ഇഷ്ടമാണ്, എനിക്ക് മനുഷ്യരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അന്ന് ഞാൻ ഫ്രീ ആയിരുന്നുകൊണ്ട് വർത്താനം പറഞ്ഞു 1.5 മണിക്കൂറോടെ അവിടെ ഇരുന്നു. എൻ്റെ ഗതികേട്. അപ്പം വീണ്ടും അടുത്ത് ചേച്ചി വെച്ച്, കുറേ നേരം ആയില്ലേ, എന്തെങ്കിലും കൂടെ കുടിക്കാൻ എടുക്കട്ടെ? ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അതുപോലൊരു ഗ്രീൻ ടീ തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി എഴുന്നേറ്റപ്പോൾ അമ്മ പറഞ്ഞു, നീ അവിടെ ഇരിക്കട്ടെ, എടാ മോനെ, നീ പോയി ഗ്രീൻ ടീ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആരോട്? ചെറുക്കനോട്. മനസ്സിലായോ? മാനുവലിനെയും സ്റ്റെഫിയെ ഓർത്താൽ മതി. അപ്പം ചെറുക്കൻ പോയി ഗ്രീൻ ടീ എടുത്തു. ഞാനൊരു പരമ രഹസ്യം പറയാം, സഹോദരിമാർ പിണങ്ങരുത്. നിങ്ങൾ പാല് ലുബ്ധിച്ചേ എടുക്കത്തുള്ളൂ. ഞങ്ങൾ ആണുങ്ങൾ ചായ എടുത്ത അടിപൊളി ചായയാണ്. അവർ നല്ലപോലെ പാലൊക്കെ പറ്റിച്ചെടുക്കും. നിങ്ങളാണെങ്കിൽ അതുകൊണ്ട് ഒപ്പിച്ചെടുക്കും. ഞങ്ങളാണെങ്കിൽ പാലൊക്കെ പറ്റിച്ചെടുക്കും. ആണുങ്ങൾ ചായ എടുത്താൽ നല്ല ചായ അല്ല ചോദിച്ചു വയ്ക്കും. അപ്പം അത് ഞങ്ങളങ്ങനെ കുക്ക് ചെയ്യത്തില്ല, പക്ഷെ ഞങ്ങൾ കുക്ക് ചെയ്താൽ സൂപ്പർ സംഭവമാണ് കേട്ടോ. അപ്പം ഏതായാലും ഇവൻ പോയിട്ട് ഒരു ഗ്രീൻ ടീ എടുത്തുകൊണ്ട് തന്നപ്പോൾ അതിനകത്ത് ഇച്ചിരി തേൻ ഒഴിച്ചു, ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, 2 പുതിനയില ഇട്ടു. എൻ്റെ കണ്ട് തന്നിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെടാ സത്യം പറഞ്ഞല്ലോ, സൂപ്പറാന്ന് പറഞ്ഞു. കല്യാണം ഡിവോഴ്സായി. കാരണം എൻ്റെ മുമ്പിൽ വെച്ച് അവളെ കളിയാക്കിയില്ലേ, സൂപ്പറാന്ന് ചോദിച്ചില്ലേ. കല്യാണത്തിൻ്റെ 5-8 കാരണങ്ങൾ ഒരു കാരണം ഈ ചായയായിരുന്നു. മറ്റേത് പറയുകയാണ്, 3 വട്ടം ഗർഭിണിയായിട്ടും അവൻ്റെ ഗർഭം അലസിയെന്ന് കേട്ടിട്ട് അവൾ പറയുന്നു, താലി കെട്ടിയ ഒറ്റ കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, കളയാൻ തയ്യാറല്ല, പശ്ചാത്തപിച്ചാൽ അവരിത് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 2 വൈരുദ്ധ്യങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുക. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ
എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഞാനിവിടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സഭായോഗം കോട്ടയത്തേക്കാർ സാക്രിഫൈസ് ചെയ്ത് ഉച്ച കഴിഞ്ഞാക്കും, മാസത്തിൽ 1. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സഭായോഗം കഴിഞ്ഞിട്ട് ഞാനും ഭാര്യ എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ബിജോ മോനുണ്ട്, ഞങ്ങൾ കുറേ പേരുണ്ട്. ഞങ്ങൾ 2-3 പേരൊന്നിച്ച് തിരുവഞ്ചൂർ വഴി പോകുക. ഈ തിരുവഞ്ചൂർ വഴി പോകുമ്പോൾ ഒരു ഗ്രാമത്തിലൂടെ ഞങ്ങൾക്ക് അതുവഴി ഒരു നീറിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ആൾക്കൂട്ടമോ ബഹളമോ തീയൊക്കെ പുകയും. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്നപ്പോൾ ഒരു വണ്ടി ഇടിച്ച് കിടക്കാം, മൊത്തം തീ മാറുക, പുകയാണ്. എങ്ങനെയൊക്കെ അത് ഓഫ് ചെയ്തു, തീയൊന്ന് കുറഞ്ഞു. അപ്പോൾ തന്നെ ഈ വരുന്നവർ ആരുടെ ഇവനെ ഓടിച്ചത്, പിടിക്കണം അവനെ, അടിക്കണം അവനെ. പിന്നെ അങ്ങ് ഉണ്ടല്ലോ അസഭ്യത്തിന് നമ്മുടെ നാട്ടുകാർക്കുള്ള ആരടാ ഇവനെ ഓടിച്ച, പിടിയിടാ അവനെ, അടിയിടാ അവനെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു. പക്ഷേ ഈ ഇറങ്ങിയവൻ അവനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവന് ബാഗ് എടുക്കുന്നു, ഇങ്ങനെ അങ്ങ് അതിനകത്തുനിന്ന് ഡോർ തുറക്കുന്നു, സാധനങ്ങൾ എടുക്കുന്നു. അപ്പം ഞാൻ കൂടി ചെന്ന് നോക്കിയപ്പം ബെൽറ്റൊക്കെ ഇട്ട് ഒരു അമ്മ ഈ ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇവരെ പതുക്കെ നൈറ്റിയൊക്കെ ഇട്ട് ഒരു അമ്മയാണ് ഇറക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ കൈ പിടിച്ചു. ഈ കയ്യെ പിടിച്ചപ്പം പടപടാന്ന് ഇടിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. നോക്കിയപ്പോൾ ഡയാലിസിസ് പേഷ്യൻ്റ് അവിടെ ഈ ഫിസ്റ്റിലായിടുമ്പോൾ അവിടെ തൊട്ടാ അറിയാം, നഴ്സല്ലേ മോള്, ഫിസ്റ്റിലായ അല്ലെങ്കിൽ പതുക്കെ തൊട്ട് നോക്കിയാൽ മതി. ഭയങ്കര ജീവനല്ലേ, ഭയങ്കര നമ്മുടെ ഹാർട്ട് ഇടിക്കുന്ന പോലെ ഇടിക്കും. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ ഡയാലിസിസ് പോകും. അപ്പോൾ ഞാൻ ഈ മോനോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ കയ്യിൽ നിന്ന് വണ്ടി പോയി, ഇതുണ്ടല്ലോ ഇത് മയങ്ങിപ്പോയി, വണ്ടിയിരുന്ന് ശ്വാസം മുട്ടിയപ്പം ഞാൻ എടുത്തുകൊണ്ട് ഓടിയതാ. ഇതിനെ കൊണ്ട് ഓടിയപ്പം ഇത് മുമ്പേ അവിടെ നിന്നുണ്ട് കുറച്ച് നേരം പുറകെ വെച്ച് വിളിച്ചപ്പോൾ ഇത് മിണ്ടുന്നില്ല. ഇതിന് വല്ലതും പറ്റുമെന്നറിയാം. മെഡിക്കൽ കോളേജിൽ അവർ പറഞ്ഞിട്ടുണ്ട് ശ്വാസം മുട്ടിയ മെഡിക്കൽ കോളേജിൽ എത്തിച്ചാൽ മതി, എത്തിച്ചാൽ പിന്നെ അവർ നോക്കിക്കോളും. അതുകൊണ്ട് ഞാൻ വെപ്രാളപ്പെട്ട് ഓടിച്ചപ്പം കയ്യിൽ നിന്ന് വണ്ടി പോയതാണ്. വണ്ടി ഇടിച്ചിടിച്ചിടിച്ച് തീ പാറുക. ഏതായാലും ഞാൻ ഓർത്ത് അവരെ കൊണ്ടാക്കാം. ഇല്ല പിന്നെ നമ്മളൊക്കെ മനുഷ്യരായിട്ട് ജീവിച്ചിട്ട് എന്താ പറയുന്നത്, ഒരു ദിവസമെങ്കിലും മനുഷ്യരായിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ ഞാൻ ഇവരെ വണ്ടിയെ കയറ്റി, ഈ മനുഷ്യനെ വണ്ടിയെ കയറ്റി, ഞാനും ബിജോ മോന്, എൻ്റെ കൂടെ ഉള്ള ഒരു ഞങ്ങളുടെ മോനും ബ്ലസ്സിയും കൂടെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന വഴിക്ക് ഈ മനുഷ്യന് ഈ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതാരാ? എൻ്റെ അമ്മയാ. ഇത് ഒന്ന് മിണ്ട്, എൻ്റെ പൊന്ന് തള്ളേ ഒന്ന് മിണ്ട്. അവനങ്ങനെയൊക്കെ വിളിക്കുന്നത് ഒരു കോമൺ ഭാഷയിൽ. ഒന്ന് മിണ്ട്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ നിങ്ങളെ കൊണ്ട് ഓടി ഇങ്ങനെ ആയിപ്പോയല്ലേ, നിങ്ങൾക്കൊന്നും പറ്റാതിരിക്കാൻ ഓടിയതല്ലേ. അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു പാസ്റ്റ, എൻ്റെ സാറേ എനിക്കാരില്ല, ഇതേ ഉള്ളൂ ഈ തള്ള, ഇതിന് വല്ലതും പറ്റിയ പിന്നെ എനിക്ക് ആരാ ഉള്ളേ, അതുകൊണ്ട് ഇതിനെ കൊണ്ട് ഞാൻ ഓടിയാ, ഇതിന് ഞാനും ഉള്ളൂ, ഇതിനെ കൊണ്ട് ഞാൻ ഓടിയതാ. അപ്പം എൻ്റെ ഭാര്യ ചോദിച്ചു അച്ചായൻ മരിച്ചിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു. ഓ മരിച്ചിട്ടില്ല, ഉണ്ട്, 4 പേരുടെ ആരോഗ്യമുണ്ട്, പക്ഷേ ഇതിനെ അയക്ക് വേണ്ട, നോക്കത്തില്ല, ഇതിനെ നോക്കാൻ ഞാനേ ഉള്ളൂ, അയക്ക് 4 പേരുടെ ആരോഗ്യമുണ്ട്, ഞാൻ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുക, ഇതിനൊന്നും പറ്റാതിരിക്കാൻ എടുത്തുകൊണ്ട് ഓടിയതാ. അപ്പോൾ ഇങ്ങനെയും കുറേ മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെന്നൊക്കെ ഉള്ളതാണ് ഇന്നും ഈ ഭൂമിയുടെ മഹത്വം എന്നൊക്കെ പറയുന്നത്. വെപ്രാളപ്പെട്ട അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഓടിയപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോകുകയാണ്. ദൈവവചനം എപ്പോഴും മനസ്സിലാക്കണം, മനുഷ്യൻ ജീവിക്കുന്ന പോലും സ്നേഹത്തിന് വേണ്ടിയാണ്. ആ സ്നേഹമെന്ന് പറയുന്നത് വലിയൊരു വികാരമാണ്. ഒരു കുന്നിൻ്റെ മുകളിൽ 2 കുടിലുകളാണ്, ചെറിയ 2 വീടുകളാണ്. ഒന്നിൽ താമസിക്കുന്നത് ഒരു എഴുത്തുകാരനാണ്, അയാൾ എഴുതാൻ വേണ്ടി ആ കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുക. പിന്നെ മലഞ്ചെരുവിൽ മറ്റൊരു വീട്, അവിടെ ഒരു പ്രായമുള്ള ഒരു അമ്മയാണ്. ഇവർ 2 ഒഴിച്ചാൽ പിന്നെ ആ കുന്നിൽ ആരുമില്ല. അപ്പോൾ ഈ എഴുത്തുകാരൻ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ അമ്മയെ കാണും, പോകുമ്പം പറയും ഞാൻ പോകും, ഇത്ര ദിവസം കഴിയുമ്പം വരും എന്നൊക്കെ പറഞ്ഞ് വല്ലപ്പോഴും ഈ അമ്മയെ കാണും. ഒരു ദിവസം എഴുത്തുകാരൻ കുറേ ദിവസത്തേക്കിനുള്ള യാത്രയ്ക്ക് ഒരുങ്ങി പോവുകയാണ്. പോകുമ്പോൾ ഈ അമ്മേൻ്റെ അടുത്ത് ചെന്നപ്പം പറഞ്ഞമ്മ ഞാനിങ്ങനെ പോവുകയാണ്, പക്ഷേ ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഈ അമ്മ ഈ ചെറുപ്പക്കാരൻ്റെ ഒരു കാര്യം പറഞ്ഞ് എഴുത്തുകാരനോട് ഒരു ഉപകാരം ചെയ്യണം. എന്താ? നിങ്ങളെനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്നും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വരുമ്പോൾ സന്ധ്യയാകുമ്പോൾ ഒരു വല്ലാത്ത വെപ്രാളമാണ്, ആരുമില്ലെന്നൊരു ചിന്ത. അന്നേരം ഞാൻ ജനൽ തുറന്നിട്ട് നിങ്ങളുടെ വീട്ടത്തോട്ട് നോക്കും. അപ്പോൾ അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കും. അവിടെ ഒരു മനുഷ്യനുണ്ടെന്നുള്ള ഒരറിവ്, തോന്നൽ ഭയങ്കര ആശ്വാസമാണ്. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യണം, എന്നും സന്ധ്യയ്ക്ക് ഒരു വിളക്ക് കത്തിച്ച് വെച്ചേക്കണം. എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാം, ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു ബോധ്യം. കുടുംബം എന്നൊക്കെ പറയുന്ന ഇതാണ്, ഒരാളുണ്ടെന്നുള്ള ഒരു ബോധ്യം തരുന്ന ഒരു വലിയ ഇടമാണ് കുടുംബം എന്ന് പറയുക. എനിക്ക് അവിടെ ഒരാൾ ഉണ്ട് എന്നുള്ള ബോധ്യം. ആ കുടുംബങ്ങളൊക്കെ ഇന്നിങ്ങനെ
ചീട്ടുകൊട്ടാരം പോലെ തകരുമ്പോൾ ഇന്നും നന്മയുടെ സ്നേഹത്തിൻ്റെ ഒക്കെ അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും നല്ല ചെറിയ ചെറിയ കുടുംബങ്ങളിൽ. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് വരും ദിവസം വിവാഹം കഴിഞ്ഞ് ഈ കുടുംബം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിന് വേണ്ടിയുള്ള സ്ഥലം ഒരുക്കുക. ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊരുക്കാൻ പോകുന്നു? സ്ഥലം ഒരുക്കാൻ പോകുന്നു. പ്രിയരെ, സമയം അനൗൺസ് ചെയ്തു, സ്ഥലം അനൗൺസ് ചെയ്തു. ആര് തമ്മിലാണെന്ന് പറഞ്ഞു? ഇമ്മാനുവേലും സ്റ്റെഫി മോളും തമ്മിലാണ്. എന്നാൽ ഒരു വിവാഹം വരുന്നുണ്ട്, അതിൻ്റെ സ്ഥലം അറിയാം. അതെവിടാണ്? മധ്യാകാശാണ്. മണവാളൻ ക്രിസ്തു, സഭ മണവാട്ടി. ഒറ്റ കാര്യമേ അറിയാനുള്ളൂ, സമയം മാത്രം അറിയത്തില്ല. പക്ഷെ സമയം അറിയാനുള്ള തെളിവുകൾ മുഴുവൻ വേദോസ്തതി കൊടുത്തു. അതിലൊന്ന് ഇസ്രായേലാണ്, 2 ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും ഉണ്ടാകും. നമുക്കറിയാം ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് കാഷ്ലെസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നു. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ വിൽക്കാനോ വാങ്ങാനോ ഇപ്പോൾ എല്ലാം ആധാർ ലിങ്ക്ഡാണ്. എല്ലാം ആധാർ ലിങ്ക്ഡാണ്. നമ്മൾ അനങ്ങുന്നതിന് മുമ്പ് സകലതും പാൻ കാർഡ് വഴി അറിയും. അപ്പം എല്ലാം ലിങ്ക്ഡായ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ആധാർ നമ്പർ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ എന്ത് പെട്ടെന്ന് ഇതൊക്കെ വന്നത്. നന്ദൻ നീലക്കനി എന്ന തെലുങ്കൻ IAS നേതൃത്വത്തിൽ നടന്ന ആ ആധാർ ഇന്ന് നമ്മുടെ ഇന്ത്യ മുഴുവനായി. ഇന്ത്യയൊക്കെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നതാണ്. എന്നിട്ടും എല്ലായിടത്തും ഒരു നമ്പറിനാൽ മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ മനുഷ്യൻ്റെ മേൽ ചിപ്പുകൾ വരും. അതും കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറത്ത് ആന എവിടെ പോയാലും വനം മന്ത്രിക്ക് ഓഫീസിൽ ഇരുന്നറിയാം ആനയുടെ ദേഹത്ത് എന്തോ ഉണ്ട്, ചിപ്പുണ്ട്. മതപ്പാട് ഉൾപ്പെടെ സകലതും അറിയാം. കുറച്ച് കഴിയുമ്പം നമ്മുടെ നെറ്റിമേലും കൈമേലും വരും. വിൽക്കാനോ വാങ്ങാത്ത ഒരു ദിവസം വരും. ഇതെല്ലാം കാണുമ്പം ഇത് 2000 വർഷം മുമ്പ് എഴുതുമ്പോൾ ചിപ്പ് വരുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാളവണ്ടി പോലും ഇല്ലാത്തൊരു യുഗത്തിൽ അന്ന് ഇതൊക്കെ എഴുതപ്പെടുമ്പോൾ വചനം എത്ര സത്യമാണ്. ആ ദിവസമായി. ആ ദിവസം ആകുമ്പോൾ സമയം മാത്രമേ അറിയാതുള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, ആ സമയം അധികം ദീർഘിക്കത്തില്ല. പ്രത്യേകിച്ച് ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ എല്ലാത്തിനും ഒരു സെക്കൻഡ് ഓപ്ഷനുണ്ട്. നമുക്ക് ഒരു വാഹനം മേടിച്ചാൽ വിൽക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ഒരു വസ്തു മേടിച്ചാൽ വിൽക്കാം, ഒരു വീട് മേടിച്ചാൽ വിൽക്കാം. ഫ്ലിപ്കാർട്ടിൽ പിള്ളേർ ഓർഡർ ചെയ്യും, വരും, 2 ദിവസം കഴിയുമ്പം തിരിച്ചു കൊടുക്കാം. ഇതിൻ്റെ ടാഗൊന്നും കളയാതിരുന്നാൽ മതി. പക്ഷേ സെക്കൻഡ് ഓപ്ഷൻ ഇല്ലാത്ത ഒന്ന് വരുന്നുണ്ട്, കർത്താവിൻ്റെ വരവ്. ആ വരവിൽ വിടപ്പെട്ടാൽ പിന്നെ മറ്റൊരു ഓപ്ഷനില്ല. അതുകൊണ്ട് ഇത് ഒരു ഭയങ്കര നിഴലാണ്. ക്രിസ്തു എന്ന ഏകപുരുഷന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന തൻ്റെ കാന്തയെ വിവാഹം കഴിക്കാൻ നമ്മുടെ കർത്താവ് വരാറായി. ആ പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളും, ബുദ്ധിമുട്ടില്ലാത്തവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദിസ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഈ രഹസ്യം വലുത് ചേർന്ന് പാടാം. വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാളിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ പ്രിയരെ കാണാം മേഘത്തിൽ. കാഹളനാദം കേൾക്കാറാം കുഞ്ഞാട്ടിക്കാതെ. വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാളിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ പ്രിയരെ കാണാം മേഘത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂമി. അതിലൊരു നാളും തളരാതെ പാർത്താലത് പാടി. കരമടിച്ചു പാടാം. വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ പ്രിയരെ കാണാം മേഘത്തിൽ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിക്കാതെ. പ്രതികൂലത്തിൽ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുത്. മഷികാരാജത്തിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടി. ഹല്ലേലൂയ. കാഹളനാദം തീരാറായി. കരമടിച്ചു പാടിക്കേ.
പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തോടും ദൈവകൃപയോടും കൂടെ അവർക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അങ്ങ് അവരെ പ്രാപ്തരാക്കണമേ. ദൈവകൃപ കൊണ്ട് കർത്താവ് അവരെ പൊതിയണമേ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. വിശേഷാൽ ഞങ്ങൾ ഒരു വാക്ക് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുടെ നടുവിൽ ക്രിസ്തു പണിയുന്ന ദൈവസഭയാകുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ മാതൃകയുള്ള ഒരു കുടുംബജീവിതം ദൈവം അവർക്ക് നൽകേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വചനം പോലെ ഇതൊരു നിഴലായി ഞങ്ങളുടെ മുമ്പിൽ നടക്കുമ്പോൾ കർത്താവെ, പൊരുളായ ഒരു വിവാഹം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് മധ്യാകാശത്തിൽ വരുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ആത്മീക ജീവിതത്തെ പുതുക്കി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് കൃപ പകരേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ ദൈവിക നന്മകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവത്തോളം ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. പ്രിയ ഇമ്മാനുവേൽ പാഷുമായിട്ട് ചുരുങ്ങിയ ചില വർഷങ്ങളിലെ ആത്മബന്ധമാണ്. ഞങ്ങളെല്ലാ സഹോദരന്മാരും ഇവിടെ ഉണ്ട്. അവരെ ഓർത്ത്, ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം വളരെ ത്യാഗമായി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല ഓർമ്മകൾ പ്രിയമാൻ പാഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കുണ്ട്. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ശുശ്രൂഷയുടെ കാര്യങ്ങളിൽ ദൈവം ശക്തമായി എടുത്തുപയോഗിക്കട്ടെ. സകല ആത്മീയ അനുഗ്രഹങ്ങളാലും സകല ദൈവിക നന്മകളാലുമുള്ള അനുഗ്രഹങ്ങളും വഴികളും ഒക്കെ ദൈവം തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിവസത്തിലിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ന്യൂഡിയ ദിവ്യസഭയുടെ റാന്നി സെൻറ്ററിലെ ഞങ്ങളുടെ സെൻട്രൽ ചർച്ചാണ് പള്ളിഭാഗം ന്യൂഡിയ ദിവ്യസഭ. ധാരാളം സഹശുശ്രൂഷകന്മാരുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണത്. അതിൽ ഒരു സഹശുശ്രൂഷകനാണ് പാസ്റ്റർ ഇമ്മാനുവേൽ. വളരെ ത്യാഗപരമായി ഉത്സാഹിയാണ് താൻ, ഒത്തിരി ഉത്സാഹിയാണ് കാര്യങ്ങൾക്കെല്ലാം. ഞങ്ങളുടെ സെൻറ്ററിൻ്റെ കൺവെൻഷൻ നടക്കുമ്പോഴും സെൻറ്ററിൻ്റെ എന്ത് പ്രോഗ്രാംസുകൾ ശുശ്രൂഷകൾ നടക്കുമ്പോഴും വളരെ ഉത്സാഹത്തോടു കൂടി താൻ കാര്യങ്ങളെല്ലാം ഭംഗിയായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭൃത്യനാണ് പ്രിയ ഇമ്മാനുവേൽ എന്ന് പറയുന്നത്. മാത്രമല്ല, ഞങ്ങളൊക്കെ അവസാനം സമയങ്ങളിൽ ഭക്ഷണത്തിനൊക്കെ കടന്നിരുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ ഒത്തിരി ശുശ്രൂഷിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു നല്ല കാഴ്ചപ്പാടുള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ് ഇമ്മാനുവേൽ. അതുപോലെ തന്നെ തനിക്ക് ലഭിക്കപ്പെടുന്ന വധു വാത്സല്യ മകളും ഒത്തിരി കാഴ്ചപ്പാടുള്ള സമർപ്പണമുള്ളൊരു കുഞ്ഞാനർജിയിൽ വളരെ സന്തോഷമുണ്ട്. വേദോസം പറയുന്ന ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. ഇവർ തമ്മിലുള്ള വിവാഹ ജീവിതവും കുടുംബജീവിതവും ശുശ്രൂഷാ ജീവിതവും പള്ളിഭാഗ സഭയ്ക്ക് മാത്രമല്ല, ന്യൂഡിയ ദിവസയ്ക്ക് മാത്രമല്ല, ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനേക കുടുംബങ്ങൾക്കൊരു മാതൃകയുള്ള കുടുംബമായി കർത്താവിന് വേണ്ടി ഇനിയും അധികം ചെയ്യുവാൻ, കഴിഞ്ഞ നാളുകൾ ഇമ്മാനുവേൽ ചെയ്തതിനേക്കാൾ ഇരട്ടി ചെയ്യുവാൻ നിങ്ങളെ കുടുംബമായി കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ച് ന്യൂഡിയ ദൈവസഭ റാന്നിയിലുള്ള എല്ലാ ദൈവദാസന്മാരുടെ സഭയുടെയും ആശംസകൾ അർപ്പിച്ച വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെയും ശുശ്രൂഷയെ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയത്തിൻ്റെ പരിമിതി മൂലം എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഇന്ന് ഈ ശുശ്രൂഷയിൽ അധ്യക്ഷം വഹിച്ച ഞങ്ങളുടെ ജോമൻ പാസ്റ്റർക്ക് എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് മുഖ്യ സന്ദേശം നൽകിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് പാസ്റ്ററോടുള്ള കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ രീതിയിലുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരുടെ വേദിയിലും കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമ്മുടെ സമയം വളരെ ചുരുക്കമാണല്ലോ. എല്ലാവരോടും നന്ദി പറയുന്നു. അടുത്തായിട്ട് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലോചിച്ച നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ജോൺസൺ, അതുപോലെ ദീപക്, യോഹന, ഏവൽ, എല്ലാവർക്കും ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നമുക്ക് കേറ്ററിംഗ് സർവീസ് ചെയ്ത നമ്മുടെ പ്രിയ കുഞ്ചാനോട് എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ ഓഡിറ്റോറിയം നമുക്ക് തന്ന ഈ പള്ളിയുടെ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും അത് അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഞങ്ങളുടെ 2 ഭവനത്തിൽ നിന്നും കടന്നു വന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതേപോലെ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസികളായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വിരുന്ന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടേ പോകാവുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രിയ ഇമ്മാനുവേലിനെയും ഷെഫിയെയും കുടുംബാംഗങ്ങളെയും കർത്താവിൻ്റെ ദാസന്മാരെയും പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നമ്മളൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ മാർച്ച് മാസം 13-ാം തീയതി അനുഗ്രഹിക്കപ്പെട്ടതായ നിലകളിൽ അവരുടേതായ വിവാഹ ശുശ്രൂഷ നടത്തപ്പെടുവാനും
അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ളതായ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന കർത്താവേ, ഇരുഭവനങ്ങളോടുള്ളതായ ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ ആയിരുന്നതായ ഞങ്ങൾക്ക് ക്ഷേമത്തോടെ സൗഖ്യത്തോടെ യാത്ര ചെയ്ത് ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ കർത്താവിൻ്റെ ദാസന്മാരോട്, ദാസിമാരോട്, ദൈവജനത്തോട്, പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കപ്പെട്ടതായ നിലകളിൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടേതായ വിവാഹ നിശ്ചയ ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. മീറ്റിങ്ങുകൾക്ക് അധ്യക്ഷം വഹിച്ച കർത്താവിൻ്റെ ദാസനായിട്ട് സ്തോത്രം. രണ്ട് ഭവനങ്ങളുടെയും മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, കർത്താവിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം. ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന കുടുംബാംഗങ്ങൾ, ദേശനിവാസികൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളെല്ലാം ദൈവകൃപയാൽ ദൈവം നിറയ്ക്കണമേ, ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ, ദൈവാത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ. ഇവിടെ നടന്നതായ ശുശ്രൂഷകളിലൂടെയും കൽപ്പിക്കപ്പെട്ടതായ സന്ദേശങ്ങളിലൂടെയും കർത്താവ് ജനഹൃദയങ്ങളോട് ഇടപെട്ടതിനായി കർത്താവിനെ ഞങ്ങൾ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. സകല ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി സ്വർഗീയ മഹിമകളെ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന കർത്താവായ രക്ഷിതാവായ യേശു ക്രിസ്തുവിനുള്ളതായ വിശ്വാസത്താൽ അനേക പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടുവാൻ, ആ ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ, വ്യക്തിപരമായി കർത്താവുമായി ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തലയേകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്ന കാൽവരി സ്നേഹം എല്ലാവരും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിശ്ചയിച്ചതുപോലെ മാർച്ച് മാസം 13-ാം തീയതി നടക്കുന്നതായ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ നിലകളിൽ നടക്കപ്പെടുവാൻ അതിൻ്റെതായ കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവജനത്തെ, സഭയെ, പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ ഒക്കെ ദൈവം ഒരുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിലായി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലും പരിപാലനവും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവമിടയാക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തിരുസാന്നിധ്യത്തിന് മറവിൽ വീണ്ടും ഞങ്ങളെ മറയ്ക്കണം. പരിശുദ്ധ പിതാവേ, ദൈവം നീ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം നമുക്ക് ജയം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ മനോഹരമാകുന്ന വിരുന്നിനായി സ്തോത്രം. ഇതിലേക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണം. ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഭക്ഷണത്തെ ഇവിടുന്ന് അനുഗ്രഹിച്ച് നൽകണമേ. ഞങ്ങൾ ഭക്ഷിച്ച്, ഞങ്ങൾ ബലപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ യേശു ക്രിസ്തു മൂലം സഹായിക്കുമാറാകണമേ. ആമേൻ. Two hearts, one vow in God's embrace, a covenant sealed by His boundless grace. In faith and love you stand as one, a journey together just begun. What God has joined, let none divide. In His great love forever abide. Through joy and trials His hand will guide. A holy union side by side. Like Christ and His church, your love will grow. In patience and kindness His ways to show. Submit in love, serve with delight, reflect
reflecting His glory day and night. Build your home on the rock that stands, with faith as your anchor, guided hand. Pray together, let His will be done, for two have now become one. What God has joined, let none divide. In His great love forever abide. Through joy and trials, His hand will guide. A holy union, side by side. So we sing this blessing over you. May your love stay faithful, strong and true. Walk in His Spirit, your hearts aligned. A godly marriage by His design. May your days be filled with grace and peace. His joy abounding, love never cease. As Christ is your center, your cornerstone. In Him together you'll never be alone. What God has joined, let none divide. In His great love forever abide. Through joy and trials, His hand will guide. A holy union, side by side. Every breath holds a moment, everyone a chance to take. You can see it if you close your eyes. We already know the way. Forever you and me, running wild and free, chasing down the sun. Oh, we've just
It's like running